കോക്രോച്ച് ജനതാ പാർട്ടിയുടെ മാനിഫെസ്റ്റോയിൽ പറയുന്ന പ്രധാനപ്പെട്ടുള്ള 5 കാര്യങ്ങളുണ്ട്. അതിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്ന് അവരുടെ വെബ്സൈറ്റിൽ 4-മതായി കുറിച്ചിരിക്കുന്ന ഫ്രീ ദ മീഡിയ എന്നുള്ളതാണ്. അതിൽ കഴിഞ്ഞ ദിവസമൊക്കെ ചർച്ചയായി. അംബാനിയും അദാനിയും എന്താണ് ഹോൾഡ് ചെയ്യുന്ന അവർക്ക് ലൈസൻസ് ഉള്ള മീഡിയ ഹൗസസ് ഇതിനൊക്കെ ഇവരുടെ ലൈസൻസ് ക്യാൻസൽ ചെയ്ത് കളയണമെന്നാണ് പറയുന്നത്. എന്തിനാണ്? സ്വതന്ത്രമായിട്ടുള്ളൊരു മാധ്യമത്തിനായിട്ട്. ഇത് യഥാർത്ഥത്തിൽ അപകടകരമാണ്. യഥാർത്ഥത്തിൽ ഇത് അങ്ങനെ മീഡിയ ലൈസൻസ് ക്യാൻസൽ ചെയ്യാനോ അതിനൊന്നും വേണ്ടിയിട്ടല്ല. യഥാർത്ഥത്തിലുള്ള ഇന്ത്യയുടെ ഒരു ചിത്രമാണ് അവരിതിലൂടെ പറഞ്ഞേക്കണത്. 4-മത്തേതിൽ അവർ പറഞ്ഞേക്കണ ഏറ്റവും കൃത്യമായിട്ടുള്ള വേർഡിങ്സ് ഇതാണ്. ഓൾ മീഡിയ ഹൗസസ് ഓൺഡ് ബൈ അംബാനി ആൻഡ് അദാനി ഷാൽ ഹാവ് ദെയർ ലൈസൻസസ് ക്യാൻസൽഡ് ടു മേക്ക് എ വേ ഫോർ ട്രൂലി ഇൻഡിപെൻഡൻറ്റ് മീഡിയ എന്നാണ്. എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഒരു ഇൻഡിപെൻഡൻറ്റ് മീഡിയ ഇന്ത്യയിൽ ഉണ്ടാകണമെങ്കിൽ ഇവരെ പോലെയുള്ള കോർപ്പറേറ്റ് ഹൗസുകളുടെ അധീനതയിൽ മീഡിയ ഹൗസുകൾ ഉണ്ടാകരുത് എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ആ ആശയത്തിന് വലിയ തോതിൽ പ്രാമുഖ്യം കിട്ടുന്നു എന്നുള്ളതാണ്. ഇതിൻ്റെ ഡേഞ്ചറായിട്ടുള്ള അടുത്ത ആസ്പെക്റ്റ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ ഈ നീറ്റിൻ്റെ പരീക്ഷ വളരെ മോശമായിട്ട് നടത്തുന്നു. ആർക്കാണ് ഉത്തരവാദിത്തമുള്ളത്? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണമെന്ന് പറഞ്ഞപ്പോൾ ക്യാമ്പയിൻ നടത്തുന്നത് ഇവരാണ്. അതിനു മുമ്പ് കോൺഗ്രസ് ഏതാണ്ട് എക്സ് പ്ലാറ്റ്ഫോമിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, ചെറിയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു ആവശ്യമായി ഉന്നയിക്കുകയോ അത് കേന്ദ്ര ഗവൺമെൻറ്റിനെ കൊണ്ട് അംഗീകരിപ്പിക്കുകയോ കഴിയുന്നില്ല. അപ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ ഇപ്പോൾ ഇവർ ഉന്നയിച്ചിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ 5 ഡിമാൻഡുകൾ നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞാണ്. ഇപ്പോൾ എല്ലാവർക്കും അറിയാം. കാരണം ചീഫ് ജസ്റ്റിസുമാർക്ക് എന്ത് ചെയ്യില്ല, രാജ്യസഭാ സീറ്റ് കൊടുക്കില്ല എന്നുള്ളത് മുതൽ അവർ മറ്റൊരു പാർട്ടിയിൽ നിന്ന് മറ്റൊരു പാർട്ടിയിലേക്ക് മാറുന്ന ആളെ 20 വർഷത്തേക്ക് അയോഗ്യനാക്കുമെന്ന് വരെയുള്ള 5 അവരുടെ വെബ്സൈറ്റിലുണ്ട്. 5 ഡിമാൻഡ്സ് ഉണ്ട്. ഈ 5 ഡിമാൻഡുകളും ഇത് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഉള്ള അവസ്ഥയെ കാണിക്കുന്നു. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് താങ്കൾ പറഞ്ഞ 4-മത്തേതാണ്. അതായത് ഈ 2,50,00,000 വരുന്ന ആളുകൾ ഇപ്പോൾ ഇതിന്റെ ഫോളോവേഴ്സായി ഇൻസ്റ്റാഗ്രാമിൽ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം? അതിൻ്റെ അർത്ഥം അദാനിയും അംബാനിയും ഒക്കെ നിങ്ങൾ ഈ മീഡിയ വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. നിങ്ങളിപ്പോൾ 24-27 വരുന്ന മീഡിയ ഹൗസസ് അംബാനിക്കും 22 വരുന്നത് അദാനിക്കും ഉണ്ട്. ഇത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. കാരണം നിങ്ങളെ ഇവിടുത്തെ ജെൻസി 18-35 വയസ്സിനോടൊക്കെ ഉള്ള ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം. ഞാനിത് നേരത്തെ മുതൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഇതിപ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമല്ല ഗൗതം. 2024 നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇന്ത്യയിലെ എല്ലാ കോർപ്പറേറ്റ് മീഡിയ ഹൗസുകളും പറഞ്ഞത് BJPക്കും NDAക്കും വോട്ടുകൾ കൂടുമെന്നാണ്. ഇന്ത്യയിലെ ഏറ്റവും റിനൗണ്ട് ആയിട്ടുള്ള പ്രശാന്ത് കിഷോർ പറഞ്ഞത് വോട്ടുകൾ കൂടുമെന്നാണ്. നമ്മുടെ ഇവിടുത്തെ CP റാഷിദ് അടക്കം പറഞ്ഞ വോട്ട് കൂടുമെന്നാണ്, അവർക്ക് സീറ്റും കൂടുമെന്നാണ്. പക്ഷെ എന്താ സംഭവിച്ചത്? യഥാർത്ഥത്തിൽ അവരുടെ പ്രൊപ്പഗാണ്ടകളെ എല്ലാം തകർത്തുകൊണ്ടിട്ട് ധ്രുവറാത്തി അടക്കമുള്ള, ആകാശ് ബാനർജി അടക്കമുള്ള, ഈവൻ ഇതുപോലൊരു ചാനലിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വന്നിട്ടുള്ള രവീഷ് കുമാർ അടക്കമുള്ള ആളുകളെ ജനങ്ങൾ വിശ്വസിക്കാൻ തുടങ്ങി. ആ വിശ്വാസത്തിന്റെ ഒരു പരിധി കൂടി കടന്നാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ BJPക്കുള്ള 87 ലക്ഷത്തിന്റെ 3 ഇരട്ടിയിലധികം വരുന്ന ഒരു ഫോളോവേഴ്സ് ഇവർക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ടായിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് BJP മാത്രമല്ല, പ്രതിപക്ഷവും ഭയപ്പെടേണ്ടതാണ്. കാരണം എന്താ? പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ഏതെങ്കിലും തരത്തിൽ ചെറുത്ത് നിൽക്കുമെന്നോ അല്ലെങ്കിൽ അവരെ ഏതെങ്കിലും മുന്നേറ്റം ഉണ്ടാക്കുമെന്നോ അവർ ഒരു വിധത്തിലും വിചാരിക്കുന്നില്ല. അതോടൊപ്പം തന്നെയുള്ള ഏറ്റവും വലിയ പ്രധാനപ്പെട്ട കാര്യമാണ് മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്നടിഞ്ഞിരിക്കുന്നു. ഒരു സംശയമില്ലാത്തൊരു കാര്യമാണ്. ഇനി ഗൗതം അറിയേണ്ടത്, കഴിഞ്ഞ 5 കൊല്ലങ്ങൾ കൊണ്ടായിട്ട് 450 വരുന്ന സാറ്റലൈറ്റ് ചാനലുകൾ പൂട്ടിപ്പോയിട്ടുണ്ട്. കാരണം എന്താ? പാരമ്പര്യമായിട്ടുള്ള ഇത്തരത്തിലുള്ള ചാനലുകൾ നടത്തിക്കൊണ്ടുപോകാനുള്ള ചെലവ് കൂടുതലാണ്. അതോടൊപ്പം തന്നെ അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു 50% പരസ്യങ്ങൾ ഇല്ലാതായിട്ടുണ്ട്. അപ്പോൾ ആ പരസ്യങ്ങൾ ഇല്ലാതാകുന്ന ഇത്തരത്തിലുള്ള ഒരു ക്രൈസിസുകൾ കിടക്കാണ്. സ്വാഭാവികമായിട്ട് അവർ സ്വന്തം ശവക്കുഴി തോണ്ടുന്ന പോലെ ഗോദി മീഡിയയും അധികാരത്തോട് ചേർന്ന് നിൽക്കുന്ന മീഡിയകളായും ഒക്കെ തന്നെ മാറിയിട്ടുള്ളത്. പർണബ് ഗോസ്വാമി എന്നെ ഈ നിലപാട് മാറ്റുന്നതിന് മുമ്പ് ഒരു വർഷം നടത്തിയിട്ടുള്ള 120 ചർച്ചകളിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, 87 എണ്ണവും പ്രതിപക്ഷത്തിനെതിരെയാണ്. അപ്പൊ അത്തരത്തിലുള്ള ചർച്ചകൾ നടക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങളുടെ റേറ്റിംഗ് കൂടുന്നുണ്ട്, നിങ്ങൾ ബോട്ട് ഉപയോഗിച്ച് കൂട്ടുന്നുണ്ട്, പല ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിച്ച് കൂട്ടുന്നുണ്ട്. ഒന്നുമല്ല. ഗൗതം ഇപ്പൊ കേരളത്തിൽ പോലും എടുത്തു നോക്കിക്കോ. യഥാർത്ഥത്തിൽ പണ്ട് ഇപ്പോൾ ഒരു മനോരമ ഒരു ലേഖനം എഴുതുന്നു, ഒരു ക്യാമ്പയിൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞാൽ അത് അനുസരിക്കാതെ വേറെ വഴിയില്ല. ട്രൂലി ഇൻഡിപെൻഡന്റ് ഒക്കെ ആയിട്ട് ഒരു മാധ്യമപ്രവർത്തകന്, അല്ലെങ്കിൽ നമുക്കങ്ങനെ മാധ്യമപ്രവർത്തനം ഇപ്പൊ ഈ ലൂസിഫർ സിനിമയിലെ ഗോവർദ്ധനയൊക്കെ പോലെ ചെയ്യാൻ പറ്റും? ട്രൂലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടൊക്കെയുള്ള മാധ്യമപ്രവർത്തനം ചെയ്യാൻ പറ്റും. പക്ഷെ അതിന് ഒരുപാട് കഷ്ടനഷ്ടങ്ങളും ഒരുപാട് ത്യാഗങ്ങളും ഒക്കെ സഹിക്കേണ്ടി വരും. ചിലപ്പോൾ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യേണ്ടി വരും. നമുക്ക് ചിലപ്പോൾ സുഖസൗകര്യങ്ങളൊന്നും കിട്ടണം എന്ന് നിർബന്ധമൊന്നുമില്ല. അങ്ങനെ ഈ ലോകത്ത് ഒരുപാട് പേർ മാധ്യമപ്രവർത്തനം ചെയ്യുന്നുണ്ട് ഗൗതം. അങ്ങനെ മാധ്യമപ്രവർത്തനം ചെയ്തിട്ടുള്ള കഴിഞ്ഞ 2 പേർക്കാണ് മറ്റേ അവാർഡൊക്കെ കിട്ടിയിട്ടുള്ളത്. അവർ വലിയ കഷ്ടപ്പെട്ട് സഹിച്ച് ചെറിയ മാധ്യമപ്രവർത്തനം. പിന്നെ തുറന്നു ഗൗതത്തോട് പറയാൻ പറയും, ഇപ്പോഴാണ് അത് ചെയ്യാൻ പറ്റുന്നത്.
നേരത്തെ ഇപ്പോൾ ഒരു 50 കൊല്ലങ്ങൾക്ക് മുമ്പ് നിങ്ങൾക്കൊരു പ്രസ് വേണം, നിങ്ങൾക്ക് പത്രം വേണം, പ്രിന്റ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ വേണമായിരുന്നുവെങ്കിൽ പിന്നീട് നിങ്ങളൊരു മുഖ്യധാര മാധ്യമം, സാറ്റലൈറ്റ് മാധ്യമം എന്ന് പറയുന്ന മാധ്യമം, പാരമ്പര്യ മാധ്യമം തുടങ്ങണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ പുറത്ത് വലിയ പണം വേണം. ഇപ്പം അതൊന്നും വേണ്ട. നിങ്ങൾ ശരിക്കും ഒരു ബ്രോഡ്കാസ്റ്റർ ആകാൻ നിങ്ങൾക്കൊരു മെയിൽ ഐ ഡിയും നിങ്ങൾക്കൊരു ഫോണും മാത്രം മതി, ഒരു സ്റ്റാൻഡും മതി. ആ സ്റ്റാൻഡിൽ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഒരു മീഡിയ പ്രവർത്തനം നടത്താം. ആ മീഡിയ പ്രവർത്തനത്തിലുള്ള നിരവധി ആളുകൾ ഉയർന്നു വരികയും അവർക്ക് ലക്ഷക്കണക്കിന് രൂപ വരുമാനം ഉണ്ടാവും. ഇപ്പൊ ധ്രുവറാത്തിയെ പോലുള്ള ആള് 10 വീഡിയോ ഒരു മാസം ഇറക്കുന്നുള്ളൂ, പക്ഷെ 55 ലക്ഷം രൂപയാണ് പ്രതിമാസ റവന്യൂ എന്ന് പറയുന്നത്. അപ്പൊ അത്തരത്തിലുള്ള റവന്യൂ ഉണ്ടാകാനുള്ള പോസിബിലിറ്റീസ് ഈ നമ്മുടെ മഹാരാജ്യത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിന്റെ ഏറ്റവും വലിയ ദുരന്തം തുടങ്ങുന്ന എപ്പോഴാണെന്നറിയോ? ഇതൊന്ന് ശ്രദ്ധിച്ചു നോക്കിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഈ മീഡിയകളെ വളരെ കീൻലി വാച്ച് ചെയ്യുന്ന ഒരാളാണ്. യഥാർത്ഥത്തിൽ ഇലക്ട്രൽ ബോണ്ട് വന്നു. ആ ഇലക്ട്രൽ ബോണ്ട് സുപ്രീം കോടതി റദ്ദാക്കി 5 കൊല്ലത്തിന് ശേഷം, പക്ഷെ പണം തിരിച്ചു കൊടുക്കാൻ പറഞ്ഞില്ല. അപ്പൊ ഇത് ഇലക്ട്രൽ ബോണ്ട് ആരുടെ കയ്യിലാണ് കിട്ടിയേക്കണമെന്ന് വെച്ചിട്ട് ഇന്ത്യയിൽ ഒരു മീഡിയയും അതിന്റെ പുറകെ വാർത്ത കൊടുത്തില്ല. കാരണം എന്താ? അവരൊക്കെ തന്നെ വലിയ തോതിൽ പരസ്യം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഈ മീഡിയകൾക്ക്. ഇനി ഒരു രാഷ്ട്രീയ പാർട്ടിയും പ്രശ്നമാക്കിയില്ല, പക്ഷെ ഇന്ത്യ മുഴുവൻ അത് വലിയ പ്രശ്നമായി. കാരണം ധ്രുവറാത്തിയുടെയൊക്കെ വീഡിയോകൾ ആദ്യത്തേത് ഇത് കൊള്ളകളുടെ വലിയ കൊള്ളയാണെന്ന് പറഞ്ഞു വന്നു. രണ്ടാമത്തേത് നമ്മളെ ഞെട്ടിച്ചു. കാരണം ഫാർമ കമ്പനികളുടെ കൊള്ളയെക്കുറിച്ച് നിരവധി വീഡിയോകൾ, ഞാൻ പറഞ്ഞ നാഷണൽ ലെവലിലുള്ള ഇപ്പൊ ക്വിൻ്റടക്കം, മിൻ്റടക്കം, അല്ലെങ്കിൽ വയറടക്കമുള്ള വീഡിയോകളൊക്കെ വന്നു. അപ്പൊ ആ മീഡിയകൾക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ പോലും ദ വയറിലൊരു ലേഖനം വന്നു എന്ന് പറഞ്ഞാൽ, നിങ്ങളിപ്പോൾ റിപ്പോർട്ടർ ചാനലിന്റെ മീറ്റ് എഡിറ്റേഴ്സ് മുതൽ എല്ലാ കാര്യവും എടുത്തു നോക്കും. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായിട്ടുള്ള ജേർണലിസ്റ്റുകളൊക്കെ എടുത്തു നോക്കും. അവരാരെ ഡിപ്പെൻഡ് ചെയ്യുന്നത്? അവർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ആരെയാണ്? ദ വയറിനെയും ക്വിൻ്റിനെയും മിൻറ്റിനെയും പോലെയുള്ള മറ്റു പല ഓൺലൈൻ പോർട്ടൽ പ്ലാറ്റ്ഫോമുകളെയാണ്. ന്യൂസ് ക്ലിക്കിനെ അറസ്റ്റ് ചെയ്ത് നമ്മൾ ഓർക്കുന്നില്ലേ, പ്രബീർ പുർഗാസ്. അപ്പൊ അത്തരത്തിൽ വലിയ തോതിലുള്ള ഇവരുടെ ഒരു റിലയബിലിറ്റി, വിശ്വാസ്യതക്ക് വലിയ പ്രശ്നമുണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. ഇതിൽ അംബാനി അദാനിയും എന്താണ് ഒരു ലൈസൻസ് ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രശ്നം? അവരെന്താ പ്രശ്നം? അംബാനിയും അദാനിയും ലൈസൻസ് ഹോൾഡ് ചെയ്താൽ എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, ലൈസൻസ് ഹോൾഡ് ചെയ്താൽ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം പ്രശ്നം ഉണ്ടാവുമെന്ന് വെച്ചാൽ അവരെങ്ങനെ മീഡിയ കൺട്രോൾ ചെയ്യുന്നത്? ഒരൊറ്റ കാര്യമുള്ളൂ, അവരാണ്. ഇപ്പൊ ന്യൂസ് 18 ചാനൽ മൊത്തം ആരുടേതാണ്? അംബാനിയുടേതാണ്. അതുപോലെ അദാനിയും NDTV അടക്കമുള്ള മീഡിയ ഫേംസ് മൊത്തം മേടിച്ചിട്ടുണ്ട്. ഇങ്ങനെ മേടിക്കുമ്പോൾ എന്താ? നിങ്ങൾക്ക് വേറെ ബിസിനസ് താല്പര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ എപ്പോഴും അധികാരവർഗത്തോട് ചേർന്ന് നിൽക്കും. വളരെ ലളിതമാണ് പോളിസി, മനസ്സിലായ? അതല്ലാതെ ഒരു കാലത്തും എന്ത് ചെയ്യില്ല. പിന്നെ ഇത് ഈ നാട്ടിൽ എന്താ സംഭവിച്ചുകൊണ്ട്, ഇതിപ്പോ മനോരമ പത്രം അല്ലെങ്കിൽ അതുപോലെയുള്ള പബ്ലിക്കേഷൻസ് എല്ലാം തെളിഞ്ഞും ഒളിഞ്ഞും ഒക്കെ തന്നെ പലപ്പോഴും ഭരണവർഗത്തോട് ചേർന്ന് നിന്നിരുന്നവരാണ്. അവർ ക്രിയേറ്റ് ചെയ്യുന്ന ഇമേജുകളാണ് അവർ ബിൽഡ് ചെയ്തിരുന്നത്. AK ആന്റണിയും അതുപോലെ VM സുധീരനും കൂടി എന്ത് ചെയ്യുന്നു? കഞ്ഞിയും കപ്പയും കഴിക്കുന്നു, ചീരയും കഴിക്കുന്നു എന്ന് പറയുമ്പോൾ ആളുകൾ കോൾമേർ കൊണ്ടു. അപ്പൊ അതൊക്കെ അങ്ങനെ ഒരു ഇമേജ് ബിൽഡിംഗ് ആണ് നടന്നത്. പക്ഷെ ഇനി അത് ഏറെക്കാലം നടക്കില്ല. അത് നടക്കാത്തതിന്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ, സോഷ്യൽ മീഡിയ എന്ന് പറയുന്നതിന്റെ ഇൻഫ്ലുവൻസ് അതിഭീകരമായി വളർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ ഡേഞ്ചറുണ്ട്, അതിന്റെ ഗുണവുമുണ്ട്. ഡേഞ്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ആരെങ്കിലും ഒരാൾ ട്രസ്റ്റ് ചെയ്യാൻ തുടങ്ങിയാൽ പിന്നെ നമ്മൾ ആ സൈഡ് മാത്രമേ കേൾക്കൂ എന്ന് പറയുന്ന ഒരു അപകടം അതിനകത്തുണ്ട്. പലപ്പോഴും അത് വെച്ച് മാത്രമേ നമ്മൾ വാർത്തകൾ ചെയ്യൂ എന്ന് പറയുന്ന ഒരു അപകടമുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ ഉള്ളപ്പോഴും വസ്തുതാപരമല്ലാത്ത കാര്യങ്ങൾ ഏതൊരു മനുഷ്യനും ചോദ്യം ചെയ്യാമെന്ന് പറയുന്ന ഗൗരവമുള്ള കാര്യമുണ്ട്. ഇനി ഞാൻ തുറന്ന് കുറച്ച് കഴിയുമ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ മീഡിയ ഹൗസ് ഒന്നും വെച്ചിട്ടിരുന്നിട്ട് കാര്യം ഉണ്ടാവില്ല. അതെന്താ വെച്ചാൽ, ഇതുകൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ പറ്റില്ല എന്ന് മനസ്സിലായാൽ പിന്നെ വെച്ചോണ്ടിരുന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പൊ കേരളത്തിൽ തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കും, ഇത്രയും വലിയ പണമുള്ള ന്യൂസ് 18 പിടിച്ചിരിക്കാൻ പറ്റുന്നുണ്ടോ? 9ാമത്തെ 10ാമത്തെ സ്ഥാനത്താണ് ന്യൂസ് 18 നിൽക്കുന്നത്. അപ്പൊ അത്തരത്തിൽ ആളുകൾ അത് കാണില്ല. കാണാതാവുമ്പോഴത്തേക്കും കുറെ കഴിയുമ്പോൾ എത്ര വലിയ അംബാനി ആണെങ്കിലും അദാനി ആണെങ്കിലും അത് പൂട്ടിപ്പോണ്ടി വരും. അപ്പൊ ഇതിന്റെ പ്രതിഫലനം അതാണ്. അദാനിക്കും അംബാനിക്കും, അതായത് നിങ്ങൾക്ക് മറ്റ് ബിസിനസ്സുകൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി നിങ്ങളുടെ വാർത്തകൾ കൊടുത്തോണ്ടില്ല. മാധ്യമ പ്രവർത്തകർക്ക് സംഭവിക്കുന്ന പ്രശ്നം കൂടിയുണ്ട്. അതായത് നിങ്ങൾ സംഘപരിവാറിനൊപ്പം നിൽക്കുക അല്ലെങ്കിൽ മറ്റേതെങ്കിലും പൊളിറ്റിക്സിനൊപ്പം നിൽക്കുക എന്നതാണ് മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അല്ല, സംഘപരിവാർ അതായത് പ്രൊപ്പഗാൻഡിസ്റ്റ് ആണ് യഥാർത്ഥത്തിൽ ഒരു മാധ്യമ പ്രവർത്തകൻ. അല്ല, അതങ്ങനെ ആയിക്കഴിഞ്ഞു, ഒരു സംശയമില്ല. അതിപ്പോ ഇന്നിപ്പോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നതില്ല, ഒരു പ്രൊപ്പഗാൻഡ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അത് സത്യമാണ്. പക്ഷെ നിങ്ങൾ അറിയേണ്ടത്, അതിനിടയിലും നമ്മൾ അന്വേഷിച്ച് തെരഞ്ഞ് കണ്ടുപിടിച്ച് എന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെ അല്ലാത്ത മാധ്യമപ്രവർത്തകർ ഇപ്പോഴും ഇന്ത്യ മഹാരാജ്യത്ത് നിരവധിയുണ്ട്. കാരണം ഓരോ ദിവസവും ലക്ഷക്കണക്കിന് ആളുകൾ പുതിയ യൂട്യൂബ് ചാനലുകൾ തുടങ്ങുകയും അതിലൂടെ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യാണ്. ആ വിവരങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. ഇപ്പൊ പലപ്പോഴും വളരെ ധീരമായി വളരെ വലിയ ഭീഷണികളെ വകവെക്കാതെ മാധ്യമപ്രവർത്തനം നടത്തുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നിങ്ങൾക്ക് അങ്ങനെയുള്ള മാധ്യമപ്രവർത്തകർക്ക് സുഖവും സൗകര്യവും പെട്ടെന്നുള്ള വ്യൂവർഷിപ്പിന്റെ
സർജോ ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, പെട്ടെന്ന് ഹൈപ്പ് ഒന്നും ഉണ്ടാവില്ല എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇതിൽ കാണേണ്ട അടുത്തൊരു കാര്യം കൂടിയുണ്ട്. അവർ പറഞ്ഞു നിൽക്കുന്ന അടുത്ത വാചകം എന്താണെന്നറിയോ? ഗോധി മീഡിയയിലെ അവതാരകരുടെ എല്ലാം അക്കൗണ്ട് പരിശോധിക്കണം എന്നാണ്. അപ്പൊ ആ അക്കൗണ്ട് പരിശോധിക്കണം എന്ന് പറയുന്നത് എന്തിനാണ് എന്നുള്ളത് ഒരു ആളും ചോദിക്കുന്നില്ലെന്ന് മാത്രമല്ല, ആ അക്കൗണ്ട് പരിശോധിക്കണം എന്ന് പറയുന്ന കാര്യത്തിന് ഇന്ത്യൻ ജനത വലിയ ആവേശത്തോടുകൂടി ഏറ്റെടുത്തേക്കാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ? നിങ്ങൾ വെറുതെ ഇരുന്ന് വായിട്ടടിച്ചിട്ടൊന്നും കാര്യമില്ല, നിങ്ങൾ ആർക്കും വിശ്വാസമില്ലെന്നാണ്. ആ വിശ്വാസമില്ലാത്ത ലെവലിലേക്ക് നമ്മുടെ മീഡിയകൾ അതപ്പതിച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ ഇത് പണ്ട് പോലെ പറയാനുണ്ട്, നിങ്ങൾക്ക് വ്യൂവർഷിപ്പ് ഉണ്ടാവാം, പക്ഷെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആളുകളുടെ നമ്പർ വളരെ കുറവാണ്. ഇപ്പം നേരത്തെ മനോരമയൊക്കെ ഗൗതത്തിന് ഓർമ്മയുണ്ടാവുമെന്ന് അറിയില്ല, അതായത് 14 മന്ത്രിമാരാക്കി ചുരുക്കണം, എക്സ്പെൻസ് കൂടുതലാണെന്ന് ഒരു ക്യാമ്പയിൻ നടത്തിയപ്പോൾ അടുത്ത ഗവൺമെന്റ് അത് ചെയ്യേണ്ടി വന്നു. പക്ഷേ ഇനി ഒരിക്കലും അങ്ങനെ ചെയ്യേണ്ടി വരില്ല, കാരണം മനോരമയ്ക്ക് അതിനുള്ള ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല. പകരം അതിനേക്കാൾ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള കപ്പാസിറ്റി ആർക്കുണ്ട്? സോഷ്യൽ മീഡിയകൾക്കുണ്ട്. നമ്മളിപ്പോൾ തന്നെ എടുത്ത് നോക്കില്ലേ, പല സോഷ്യൽ മീഡിയ യൂട്യൂബ് ചാനലുകൾക്കുള്ള റീച്ച് ഈ വലിയ സാറ്റലൈറ്റ് എത്രയോ ക്വാളിറ്റിയോടുകൂടി സംപ്രേഷണം ചെയ്യുന്ന പല ചാനലുകൾക്കും ഇല്ല. സാർ, ഈ കോക്രോച്ച് പാർട്ടിയുടെ ഈ മാനിഫെസ്റ്റോയിൽ ഈ 4ാമത്തെ കാര്യം വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് ലൂസിഫർ സിനിമയിലെ മോഹൻലാലിന്റെ ഒരു ഡയലോഗാണ്. അതായത് ഈ അരുന്ധതി എന്താണ് മാധ്യമപ്രവർത്തക രാത്രി വീട്ടിൽ ചെന്നിട്ട് സത്യം മാത്രം പറഞ്ഞ് ഉപജീവനം നടത്തേണ്ടവർ കള്ളം മാത്രം വിറ്റ് ജീവിക്കുന്നു. അതുമാത്രമല്ല, അതിനകത്ത് വലിയൊരു ഫേമസ് ആയിട്ടുള്ള ഡയലോഗ് ഉണ്ട്. എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന രക്തം ഉറിഞ്ചി കുടിക്കുന്ന ആളുകളാണ്, ചെന്നായികളാണ് മാധ്യമങ്ങൾ എന്ന് പറയുന്നത്. അത് കറക്റ്റാണ്. യഥാർത്ഥത്തിൽ ഇവരിത് സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് കഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. അതായത് ഇത് ഇപ്പം തന്നെ നമ്മുടെ ചാനലുകളൊന്നും എടുത്ത് നോക്കിയാൽ എൻ്റർടൈൻമെൻ്റ് ആണോ അതോ മറ്റേ ന്യൂസ് ചാനലാണോ എന്നുള്ള വ്യത്യാസം പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു ന്യൂസ് ചാനലിൻ്റെ MD അതുപോലെ ചീഫ് എഡിറ്ററും കൂടി ഇടുന്നു, പൊങ്കാല ഇടുന്നു, അതുപോലെ ഒരു പ്രകടനാത്മകത കൂടുന്നു. ഇപ്പൊ കഴിഞ്ഞ തവണ തന്നെ റിസൾട്ട് പറയുന്ന രീതിയൊക്കെ മാറിയില്ല, ആർപ്പോ ഇറോ വിളിക്കുന്നു, ഒരാൾ ഒരു പാർട്ടിയുടെ ആളായി മാറുന്നു. അങ്ങനെ പ്രകടനാത്മകത ഇതിനകത്ത് കൂടിക്കൂടി വരികയാണ്. കുറച്ച് കഴിയുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഇത് രണ്ടും തമ്മിൽ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഈ വ്യത്യാസത്തെയൊക്കെ ഒരു 10, 15 വയസ്സിനും 35 വയസ്സിനും ഇടയ്ക്കുള്ള ഇന്ത്യൻ ജനത സസൂക്ഷ്മം നോക്കിക്കാണുന്നു, തിരിച്ചറിയുന്നു എന്നാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതില് വലിയ തിരിച്ചടിയാകുമോ മോഡിക്ക്? ഇപ്പം തന്നെ വിറളി പിടിക്കുന്നുണ്ടല്ലോ, വിറങ്ങൽ ചീക്കുകയാണ് യഥാർത്ഥത്തിൽ മോഡി. കാരണം അതുകൊണ്ടാണല്ലോ ഇവരുടെ എക്സ് പ്ലാറ്റ്ഫോം പൂട്ടിക്കാനൊക്കെ ശ്രമിച്ചത്. അല്ലെങ്കിൽ എന്തിനാ പൂട്ടിക്കുന്നത്? വളരെ സ്വതന്ത്രമായിട്ടുള്ള ഒരു രാജ്യത്ത് ഇതങ്ങ് സംഭവിച്ചോട്ടെ എന്ന് പറഞ്ഞാൽ പോലും ഒന്ന്. രണ്ടാമത്തേത്, ഇതിൽ 49% പേര് പാകിസ്ഥാൻകാരാണ് എന്ന് പറയേണ്ട ആവശ്യം എന്ത് വിഡിത്താണ്. അല്ല, ഇതിൽ ഇവർ ഉന്നയിച്ചിരിക്കുന്ന ഈ കാര്യത്തിൽ എവിടെയും ഇന്ത്യ വിരുദ്ധത ഒന്നും ഇല്ലെന്നേ. ഏതാ? അല്ല, ചെറിയ ഇന്ത്യ വിരുദ്ധത ഉണ്ട്. കാരണം എന്താ, നീറ്റ് പരീക്ഷ നന്നായിട്ട് നടത്തണമെന്ന് ഇന്ത്യ വിരുദ്ധതയാണ്. അത് പറ്റില്ല. ഞങ്ങൾ എന്താണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞങ്ങൾ ഇന്ത്യ വിരുദ്ധരാണെന്ന് പറയുന്നത് എന്താ? നിങ്ങൾ ഈ ഇന്ത്യ വിരുദ്ധത എന്ന് പറയുന്നത് മറ്റേ വന്ദേമാതരം നിങ്ങൾ ഇപ്പോൾ കൊണ്ടുവന്ന സ്റ്റാൻസ പാടിയില്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരാവും, ഭാരതാംബയെ തൊട്ട് തുടങ്ങിയില്ലെങ്കിൽ ഇന്ത്യ വിരുദ്ധരാവും എന്ന് പറയുന്ന പോലെ തന്നെ ഇവരോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യ വിരുദ്ധര്. ഈ ഇന്ത്യ വിരുദ്ധരെന്നും പറഞ്ഞുകൊണ്ട് ഇവരെ നേരിടാൻ പറ്റില്ല. നിങ്ങൾ അറിയേണ്ടത്, ഒരു രാജ്യത്തെ 2,50,00,000 പേരെ എന്ത് ചെയ്യും നിങ്ങൾ നേരിടും? അതിനെ നേരിടാൻ പറ്റില്ല എന്ന് ഇപ്പൊ തന്നെ തിരിച്ചറിഞ്ഞു. കാരണം ഈ പാകിസ്ഥാൻ ക്ലെയിം ഉണ്ടല്ലോ, നെറേറ്റീവ്, ഒന്നും എന്താണ് വിജയിക്കുന്നില്ല, എല്ലാം പൊട്ടിപ്പാളിസാവുകയാണ്. നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടുന്നത് എന്നുള്ള ജനങ്ങൾക്കൊരു കോമൺ സെൻസ് ഉണ്ടല്ലോ, ജനങ്ങൾക്കൊരു കോമൺ സെൻസ് ഉണ്ട്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾ ആരോടാണ് ഏറ്റുമുട്ടുന്നത് എന്ന് പറയുന്ന ഒരു ധാരണ നമുക്ക് വേണം. നമ്മൾ ഏറ്റുമുട്ടാൻ പോകുന്നത് ഈ യഥാർത്ഥത്തിൽ ഇപ്പോൾ ഇവരുടെ ഈ പ്ലാറ്റ്ഫോമുകളിൽ ഏതെങ്കിലും ഒന്നിൽ, ഇപ്പം ഞാൻ പറയുന്നത് ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം എടുത്തു വെച്ചാലും അതിൽ നിന്ന് 49% പേര് പാകിസ്ഥാനികളാണ്, ബാക്കി 9% പേർ മാത്രമേ ഇന്ത്യയിലുള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ തൊട്ടടുത്ത ദിവസങ്ങളിൽ തന്നെ ഈ പറയുന്ന സ്ക്രീൻഷോട്ടുമായി 94% ഇന്ത്യക്കാരാണ്. ഇപ്പൊ എന്ത് പറയും? ഇൻസ്റ്റാഗ്രാമിൽ 94% ഇന്ത്യക്കാരാണ്. ഒന്നാമത്തെ കാര്യം, അത് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ അവർക്ക് മാത്രമേ അറിയാൻ പറ്റുള്ളൂ. രണ്ടാമത്തത്, അത് പുറത്ത് നമ്മൾ പേ ചെയ്തിട്ട്, ഓക്കെ ഇന്ത്യ ഗവൺമെന്റിനൊക്കെ അറിയാൻ പറ്റും, പുറത്ത് പേ ചെയ്തിട്ട് അത് തന്നെ ഇല്ലീഗലാണ്, പുറത്ത് പേ ചെയ്തിട്ട് അത് ഡീറ്റെയിൽസ് എടുക്കണം എന്നുള്ളതാണ്. ആ ഡീറ്റെയിൽസ് വേണമെങ്കിൽ എടുക്കാം, അതിനുള്ള ഏജൻസികളൊക്കെ ഉണ്ട്. പക്ഷെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇങ്ങനെ അവകാശവാദമൊന്നും ഗവൺമെന്റോ അല്ലെങ്കിൽ രാഷ്ട്രീയ പാർട്ടികളൊക്കെ ഉന്നയിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നിങ്ങൾ പിന്നെയും അപഹാസ്യരാവുകയാണ്. രതീഷ് ചക്രപാണി ഇവിടെ നിന്നൊരു കാര്യം പറയുമ്പോൾ ഗൗതം എന്നോട് തിരിച്ച് നിങ്ങൾ പാകിസ്ഥാനിൽ നിന്ന് പണം മേടിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഞാൻ മേടിച്ചിട്ടില്ലെന്ന് കൂടി തെളിയുമ്പോൾ എന്ത് ചെയ്യാണ്? നിങ്ങൾ അപഹാസ്യരാകാണ്. ഇനി അടുത്ത് വരാൻ പോകുന്ന ഗൗതം നോക്കുക, ജോർജ് സോറോസ് ആണ്. അത് വന്നു കഴിഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇത് സോറോസ് ആണ്. ഇത് സോറോസ് എന്ന് ഈ പറയുന്ന പോലെ പണം കൊടുത്തിട്ടാണ് ചെയ്യുന്നതെന്ന് പറയും. ഞാൻ പറയുന്നത് എന്തും ആയിക്കോട്ടെ, അവരുടെ പിന്നിൽ ആരാണ്? കാര്യം, ഈ കാര്യങ്ങളൊക്കെ ഉള്ളതാണോ ഇല്ലേ? അതെ, അതാണ് വിഷയം. അതാണ് വിഷയം. നിങ്ങൾ ആ മാറ്ററിനെ കാണാതെ മറ്റൊരു സംഭവത്തിലേക്ക് നിങ്ങൾക്ക് ഒരു കാലത്തും പോകാൻ പറ്റില്ല എന്നുള്ളത്
കൃത്യമായിട്ട്. ഇനി വേറെ ചില ആളുകൾ ശരിക്കും ഈ വിഷയങ്ങളൊന്നും പരിഗണിക്കാതെ ഇതിനെയൊക്കെ പാകിസ്ഥാൻ ക്ലെയിം ആണെന്നും മറ്റേ ജോർജ് സോറോസ് ആണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവര് ശരിക്കും ഇന്ത്യ വിട്ടു പോകണം. ഞാൻ അല്ല, അവര് യഥാർത്ഥത്തിൽ ശരിക്കും നമ്മൾ ഇവര് പറയുന്ന തമ്മിൽ പോലെ വീഡിയോ ചെയ്യാന്നിട്ട് കുറച്ച് ആളായല്ലോ. ഇതിനിടയ്ക്ക് ഒരു തവണ ഗൗതം ഞാനും തമ്മിലൊരു സംഭാഷണം ഉണ്ടായിട്ടുണ്ട്. ഗൗതം ഓർക്കേണ്ടത് അറിയില്ല. ആ സംഭാഷണം എന്ന് വെച്ചാൽ അടുത്ത 25 കൊല്ലത്തേക്ക് 30 കൊല്ലത്തേക്ക് ഇന്ത്യ BJP ഭരിക്കും എന്നൊക്കെ പറഞ്ഞ് നിരവധി പേർ വീഡിയോ ചെയ്യുന്നുണ്ട്. ഞാൻ അപ്പോഴും പറയാറുണ്ട്, എപ്പോഴും പറയാറുണ്ട്, രാഷ്ട്രീയം എന്ന് പറയുന്നത് അങ്ങനെ കൃത്യമായിട്ടുള്ള ഒരു സ്റ്റേബിൾ ലൈനിലൊന്നും നിൽക്കുന്നൊരു കാര്യമല്ല. ഏത് സമയത്ത് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും ഉയർന്നു വരാം. ഇപ്പൊ അടിയന്തരാവസ്ഥ കാലത്ത് ഒരിക്കൽ പോലും ഇന്ദിരാഗാന്ധി വിചാരിച്ചില്ല ഇത്ര വലിയ പ്രക്ഷോഭം തനിക്കെതിരെ ഉണ്ടാവുമെന്നും താൻ ഇന്ത്യയിൽ തോക്കുമെന്നും വിചാരിച്ചില്ല. കാരണം ആ സമയത്തും ഗൗതം പറയേണ്ടത് ഇന്ത്യയിൽ ഒരു പ്രതിപക്ഷ പാർട്ടി ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ ഉത്തർപ്രദേശിലെ തെരഞ്ഞെടുപ്പിൽ സത്യത്തിൽ BJP വിചാരിച്ചില്ല ഞങ്ങൾ എന്ത് ചെയ്യുമെന്ന്, തോറ്റുപോകുന്നത്. അപ്പൊ അത്തരത്തിൽ ഈ പറയുന്ന അന്ധമായി ഇതെല്ലാം ഇങ്ങനെ തന്നെ സ്റ്റേബിൾ ആയിട്ട് എല്ലാ കാലവും ഉണ്ടാവുമെന്ന് നമ്മൾ വിചാരിച്ചു കളയരുത്. എനി ടൈം എനിത്തിങ് ക്യാൻ ഹാപ്പൻ. ഇപ്പൊ തന്നെ DMK അവിടെ അധികാരത്തിൽ വരുമെന്നല്ലേ 100-ൽ 99% ആളുകൾ വിചാരിച്ചിരുന്നത്. തിരിച്ചടിയൊക്കെ നേരിട്ടാലും DMK തകർന്നു പോയില്ലേ? അപ്പൊ അതുകൊണ്ട് DMKക്ക് 25% വോട്ടേ ഉള്ളൂ. സ്റ്റാലിൻ പോലും തോറ്റു. അല്ല, എന്നെ ഞെട്ടിക്കുന്നൊരു കാര്യം 25% വോട്ടേ ഉള്ളൂ. ഗൗതം അറിയേണ്ടത് ഈ ആക്സിസ് മൈൻഡിയുടെ സർവേയിൽ പോലും പറഞ്ഞിരുന്ന ഒരു വാചകം എന്താണെന്നറിയോ? 35% വോട്ട് DMKയും 35% വോട്ട് ആരും പിടിക്കുമെന്നാണ്, വിജയം പിടിക്കുമെന്നാണ്. യഥാർത്ഥത്തിൽ 35% വോട്ട് വിജയ് പിടിച്ചു. പക്ഷെ 25% വോട്ടിലേക്ക് DMK ചുരുങ്ങി. അതുകൊണ്ട് നിങ്ങളിത് എല്ലാ കാലവും ഇങ്ങനെയായിരിക്കും, ഇങ്ങനെ സ്റ്റേബിൾ ആയിട്ട് നിൽക്കുമെന്നൊന്നും വിചാരിച്ചു കളയരുത്. ഇവിടെ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള അവര് പലപ്പോഴും ഇൻസ്റ്റാഗ്രാമിലൂടെ ഫേസ്ബുക്കിലൂടെ വാർത്തകൾ അറിയുന്ന അതിൽ വിഷണ്ണരായിട്ടുള്ള നിരവധി ആളുകളുണ്ട്. ഇത് ഈ ഇന്ത്യയിലൊക്കെ തന്നെ ആളുകൾ വലിയ അസ്വസ്ഥരാണ് എന്ന് പറയുന്ന മെസ്സേജുകൾ നേരത്തെ തന്നെ ഉണ്ടായിരുന്നു. അതിനെയൊക്കെ കൃത്യമായ അഡ്രസ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗൗതം അറിയേണ്ടത് നാളെ രാവിലെ വന്ന് പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്തിട്ട് പറഞ്ഞ നീറ്റ് പരീക്ഷ നടത്തി തെറ്റായിപ്പോയി, ഇനി മുതൽ നമ്മൾ എന്ത് ചെയ്യും? ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കാൻ പറഞ്ഞിട്ടുണ്ട്. ആരെങ്കിലും ഒരാൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ടത്. ഈ നാട്ടിൽ ഒരു വലിയ പ്രശ്നം പറ്റിയിട്ട് ആരെങ്കിലും ഇപ്പൊ റെയിൽവേ അപകടം ഉണ്ടായപ്പോൾ പണ്ട് എത്രയോ റെയിൽവേ മിനിസ്റ്റർ രാജിവെച്ചിട്ടുണ്ടെന്ന് അറിയൂ? അവർ വന്ന് അപകടം ഉണ്ടാക്കിയിട്ടില്ല. സംവൺ ഹു ഷുഡ് ടേക്ക് ദാറ്റ് അക്കൗണ്ടബിലിറ്റി. ആർക്കെങ്കിലും ഉത്തരവാദിത്തം വേണ്ടേ? ആ ഉത്തരവാദിത്തത്തിന് ഇല്ലെന്ന് മാത്രമല്ല, അത് ചോദിക്കാൻ ഇവിടെ പ്രതിപക്ഷം പോലും ഇല്ല, മാധ്യമങ്ങളും ഇല്ല. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇത് ഞാൻ നേരത്തെ പോലെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ്. ഇതിങ്ങനെ സംഭവം ഉണ്ടാവും. അമിട്ടിന്റെയും എന്താണ് മോദിയുടെയും ചെവിട്ടിലും കണ്ണിലും മൂക്കിലും ഒക്കെ പാറ്റ കയറുന്നതാണ് ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ ഉയരുന്ന കമന്റുകൾ. ഒന്ന് ആലോചിച്ച് നോക്കുക. വളരെ ലളിതമായിട്ട് ആ മറ്റേ കോർട്ട് റൂമിൽ ഇരുന്ന് പറഞ്ഞൊരു ചെറിയ വാചകം ഇപ്പൊ എവിടെ എത്തി നിൽക്കണമെന്ന് ആലോചിച്ച് നോക്കി. വെറുതെ അവര് കോക്രോച്ചുകളാണ്, അവരെന്ത് ചെയ്യുന്നു, മറ്റേ മറ്റേ അലസരും അതുപോലെ തന്നെ തൊഴിലില്ലാത്ത ആളുകളാണ്, അവർ സമൂഹത്തോട് യുദ്ധം ചെയ്യണേന്ന് പറഞ്ഞ് നിർത്തിയതേ ഓർമ്മയുള്ളൂ. പിന്നെ അങ്ങനെ ആളി കത്തുകയാണ്. പിന്നെ ഹിറ്റ് 10,000 ഹിറ്റ് അടിച്ചാൽ പോലും തീരാത്ത രീതിയിൽ എന്ത് ചെയ്യാണ്, പാറ്റകൾ ആളിക്കത്തുകയാണ്. ഞങ്ങൾ ക്രോക്രോച്ചാണെന്ന് പറഞ്ഞുകൊണ്ട് എത്ര പേരാണെന്നറിയാമോ? ഗൗതത്തിന് ഇത് മനസ്സിലാകാത്തൊരു കാര്യം, കേരളത്തിൻ്റെയും അതുപോലെ തമിഴ്നാട്ടിലെയും അതുപോലെ കർണാടകത്തിലെയും ഒക്കെ TV ചാനലുകൾ മുഴുവൻ, ഈ ഞാൻ പറഞ്ഞ ദക്ഷിണേന്ത്യയും നോർത്ത് ഇന്ത്യയൊക്കെ മുഴുവൻ TV ചാനലുകൾ മൊത്തം സാധാരണ ഗൗതം അറിയോ, ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരാളെ പറഞ്ഞുവിടാനായിട്ട് പലപ്പോഴും ക്വാളിറ്റിയുള്ള ആളുകളെ കിട്ടാറില്ല. ഇത് ക്വാളിറ്റിയുള്ള നല്ല ക്വാളിഫൈഡ് ആയിട്ടുള്ള പിള്ളേര് വന്നിരുന്ന് തകർക്കാണ്, ഞങ്ങൾ പാറ്റകളാണെന്ന് പറഞ്ഞു. ഇവരുടെ ഒരു അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു വിഡ്ഢിത്തം അബദ്ധമാണ് അത്. ഇവര് വിചാരിക്കുന്നത് നാട്ടിലുള്ള ആളുകൾ മൊത്തം മോദി ഭക്തരും BJP ഭക്തരാണെന്നാണ്. നാട്ടിലുള്ള ആളുകൾ മൊത്തം മോദി ഭക്തരും BJP ഭക്തരും ഞങ്ങളുടെ ബലം കൊണ്ട് ഇതിനെയൊക്കെ അടിച്ചമർത്താമെന്നൊക്കെ വിചാരിക്കുന്നവർ വലിയ തിരിച്ചടികൾ ചരിത്രത്തിൽ നേരിട്ടിട്ടുണ്ട്. അതൊക്കെ തെറ്റായിട്ടുള്ള കാര്യമാണ്, മനസ്സിലായി? അതുകൊണ്ട് ഈ ഇന്ത്യ, പ്രത്യേകിച്ച് ഇന്ത്യ പോലൊരു രാജ്യത്തൊന്നും നമ്മൾ ഒരാളെയും അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത്. ഉത്തർപ്രദേശിലെ പാവപ്പെട്ട സാധാരണക്കാരായ ജനങ്ങളാണ് കഴിഞ്ഞ തവണ BJPയോട് പറഞ്ഞത് മര്യാദക്ക് ഭരിക്കണമെന്ന് പറഞ്ഞത്, മനസ്സിലായി? അപ്പോൾ അതുപോലെ തന്നെയുള്ള തിരിച്ചടി എന്ത് ചെയ്തു. ഇപ്പം തമിഴ്നാട്ടിലെ സാധാരണ നമ്മൾ വിചാരിക്കുന്നത് എന്താ, കേരളം ഭയങ്കര പ്രബുദ്ധരാണ്, തമിഴ്നാട്ടിലെ ആളുകൾ അത്ര ഒന്നുമില്ല എന്നാ വിചാരിക്കണം. പക്ഷെ സത്യത്തിൽ എന്താ സംഭവിച്ചത്? അവരാണ് DMK താഴെ ഇറക്കിയത്. ഞാൻ അന്ന് തന്നെ പറഞ്ഞു, നീ അഴിമതി കൊണ്ട് ജനം പൊറുതി പൊട്ടിക്കുകയാണ്. G2 റിയാലിറ്റേഴ്സ് എന്നൊക്കെ പറഞ്ഞ് ഈ കോയമ്പത്തൂരേക്ക് പോകുമ്പോൾ കമ്പനികളുണ്ട്, കോടിക്കണക്കിന് രൂപയുടെ അഴിമതിയാണ്. അപ്പൊ അതുകൊണ്ട് ഇത് വലിയ പ്രശ്നമാണ്. മമതാ ബാനർജിക്ക് എന്താ പറ്റിയത്? അപ്പൊ ഇതുകൊണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവും, പക്ഷെ അതും ആ അഡ്വാൻറ്റേജ് ഉണ്ടെങ്കിൽ പോലും അത് ടേക്കൺ ഫോർ ഗ്രാൻഡഡ് ആണ്, അവസാനത്തേക്കാണെന്ന് എടുത്തിട്ടുണ്ടെങ്കിൽ വലിയ പ്രശ്നമാണ്. ഇനി ഇതിന്റെ അടുത്തൊരു വിഷയം കൂടിയുണ്ട്. സാധാരണ ഉണ്ടാകുന്ന ഒരു ഭൂരിപക്ഷം പോലെ അല്ല ഇത്. സാധാരണ ഗൗതം അറിയേണ്ടത്, ഇപ്പൊ കേരളത്തിലൊരു ഇലക്ഷൻ നടന്നു, 81 ലക്ഷം പേര് പിണറായിക്കും VD സതീശന് 1,50,000 പേര് വോട്ട് ചെയ്യുന്നു പറഞ്ഞാൽ ഏതാണ്ട് ഒരു 19 ലക്ഷത്തിന്റെ വ്യത്യാസമുള്ളൂ. ഇതല്ല ഗൗതം. ഇത് എഡ്യൂക്കേറ്റഡ് ആയ, വളരെ കൃത്യമായി ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്ന
ആളുകളുടെ മാത്രം പിന്തുണയാണ്. ഞാൻ ഇപ്പൊ ഗൗതത്തോട് പറയുന്നു, ഇനി ഇവര് ഈ റോട്ടിലിറങ്ങിയ ആളുകളെ സംഘടിപ്പിക്കാൻ നോക്കിയാൽ ഇത്തരമൊന്നും എഡ്യൂക്കേറ്റഡ് അല്ലാത്ത, ജീവിതത്തിൽ ഒരു പ്രതീക്ഷയുമില്ലാത്ത കുഗ്രാമങ്ങളിൽ താമസിക്കുന്ന 10,000-കണക്കിന് ആളുകൾ ഇവരുടെ ഒപ്പം ചേരും. അത് നമ്മൾ ചിന്തിക്കുക. അപ്പൊ ഈ തേയിലത്തോട്ടങ്ങളിലൊക്കെ ലയങ്ങളിൽ താമസിക്കുന്ന ആളുകൾക്കുണ്ട്, അവർക്കൊന്നും ഇൻസ്റ്റാഗ്രാം എന്താണെന്നറിയില്ല. അതായത് ഇതില് BJP-യുടെ അഹങ്കാരം അങ്ങ് മാറ്റി കൊടുക്കുക എന്ന് പറയുന്ന ആരുടെയും ഒരു വലിയ ലക്ഷ്യമാണ് ഇതിന്റെ പുറകിലുള്ളത്. ഇനി BJP അടുത്ത ഒരു പ്രശ്നം കൂടി ചെയ്യും. BJP ഇപ്പൊ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ ഈ ദീപ് കെ ഇങ്ങോട്ട് വരുമ്പോഴത്തേക്കും വല്ല അറസ്റ്റ് ചെയ്യുകയോ ബാക്കിയുള്ളതും ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു ദീപ് കെ അകത്താക്കാൻ പറ്റും, പക്ഷെ 2,50,00,000 പേരെ അകത്താക്കാൻ പറ്റും. ഇനി പറ്റിയില്ലെങ്കിൽ പോലും അതവിടെ കനലായി കിടക്കും. തൽക്കാലം ഇതൊന്നും അടങ്ങിയാലും ഇത് കനലായി അവിടെ കിടക്കും. നിങ്ങൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട, ഒരു ഭരണകൂടം ചെയ്യേണ്ടത് ഈ പ്രോബ്ലംസിനെ കൃത്യമായി അഡ്രസ് ചെയ്യുക എന്നുള്ളതാണ്. ഇനി ഞാൻ ഗൗതത്തോട് സിമ്പിളായിട്ടൊരു കാര്യം ചോദിക്കട്ടെ. 22 ലക്ഷം പേരായിട്ടുള്ള വിദ്യാർത്ഥികളാണ് കഴിഞ്ഞ തവണ നീറ്റ് എഴുതിയത്. ആ 22 ലക്ഷം പേരുടെ വീടുകളിൽ അനുഭവിക്കുന്ന ടെൻഷൻ എന്തായിരിക്കും എന്ന് ഗൗതത്തിന് ഊഹിക്കാൻ പറ്റില്ല. കാരണം എന്താണെന്നറിയോ, അവർ 7ാം ക്ലാസ് മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ സാറ്റർഡേയും സൺഡേയും നീറ്റ് പരീക്ഷയ്ക്ക് വേണ്ടി പഠിച്ച് കഷ്ടപ്പെട്ട് പരീക്ഷ എഴുതിയതിന് ശേഷം പറയുകയാണ്, ഓ ഇത് കഴിഞ്ഞല്ലോ എന്ന് വെച്ച് ആശ്വസിക്കുമ്പോൾ പറയാണ്, പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ കോപ്പി അടിക്കുകയായിരുന്നു. അപ്പോൾ ഇതിനു മുമ്പുള്ള നിരവധി ക്വസ്റ്റ്യൻ പേപ്പർ ഇതുപോലെ പുറത്തു പോവുകയും ലീക്ക് ചെയ്യുകയും അനർഹരായിട്ടുള്ള ഒരാളുകൾക്ക് അഡ്മിഷൻ കിട്ടുകയും ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നത്. ഇത് ആരുടെ വീടാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം. മെഡിക്കൽ എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുന്ന വീടുകളെന്ന് പറഞ്ഞാൽ സാധാരണ വീടുകളല്ലല്ലോ, ഒരു മിഡിൽ ക്ലാസ്, അപ്പർ മിഡിൽ ക്ലാസ് ആയിട്ടുള്ള വീടുകളാണ്. ആ വീടുകളിലെ കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള നിരാശ തോന്നുന്നത്. പ്രശ്നം വളരെ ഗുരുതരമാണ്.